ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അംബിക വിവാഹത്തലേന്ന് ഹൽദി നടത്താന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽദി നടക്കും. നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവൾക്ക് മേക്കപ്പും ചെയ്യും. പിന്നെ ഇവളുടെ മുഖത്തുള്ള വിഷമമായിരിക്കുമല്ലോ ഇവളുടെ മുഖത്ത് പ്രകടമായി നിൽക്കുന്നേ. അത് അവളങ്ങ് മാറ്റിക്കോളും. നോക്കിയേ, നീ എന്തിനാടാ ഇവളുടെ കൈ കയറി പിടിച്ചേ? രാജു എന്റെ കയ്യിൽ പിടിച്ചതൊന്നുമല്ല, എനിക്ക് വിവാഹത്തിന്റെ വിഷയം എന്നത്. ഓ, വിവാഹത്തിന്റെ വിഷയായിരുന്നോ? സാരമില്ല അമ്മേ, വിവാഹത്തിന്റെ വിഷയല്ലേ. നീ മിണ്ടായിരിക്കടാ. അവന്റെ ഒരു വിഷ് ആർക്ക് വേണോടാ ഇവന്റെ വിഷ്? അല്ല, നീ ആശംസിച്ചാലേ ഈ വിവാഹം നടക്കത്തുള്ളൂ. ആശംസയും അനുഗ്രഹമൊക്കെ നൽകാൻ നീ ആരടാ? മുനുകുമാരനോ അതോ ദൈവോ? വേലക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതിന്ന് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. അധിക പ്രസംഗി. എന്തിനമ്മായി ആ വാക്ക് പറഞ്ഞ് എപ്പോഴും രാജുനെങ്ങനെ? ഓ, കാമുകനെ പറഞ്ഞപ്പോ കാമുകിക്ക് അങ്ങ് നൊന്തോ? ഋതികേ, നാളെ നിന്റെ വിവാഹമാണ് എന്റെ മകനുമായിട്ട്. ഇനി നീ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഈ അംബിക തീരുമാനിക്കും. നീ നിന്റെ മുറിയിലേക്ക് പോ. എടി, നിന്നോട് പോകാൻ. രാജു, രാജകുമാരനാവാൻ സ്വപ്നം കണ്ട വിഡ്ഢികുമാര. എന്റെ മകനുമായി അവളുടെ വിവാഹം കഴിഞ്ഞ പിന്നെ നിന്റെ നിഴല് പോലും ഈ വീടിന്റെ പരിസരത്ത് കാണാൻ പാടില്ല. അമ്മ പറഞ്ഞത് കേട്ടല്ലോ. വിവാഹം കഴിയുന്നതുവരെ പണിയെടുത്ത് വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ച് കിട്ടുന്ന നക്കാപ്പിച്ചയും അമ്മാവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പൊക്കോണം. മനസ്സിലായടാ? ഇട്ടേക്കട മോനെ. ചത്ത പാമ്പിനെ അടിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവൻ നന്നായി വരണ്ടിട്ടുണ്ട്. അതെ അമ്മേ, അവന്റെ ശല്യം ഇന്നത്തോടെ തീരാൻ പോവാ. ഇതാ ഞാൻ പറഞ്ഞ സ്വാതിയും നീതു. അമ്മേ, ഇവര് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ. എടാ, ഇവര് നല്ല ഒന്നാം തരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാ. ഞാൻ ഇവരുടെ സ്പൈലല്ലേ പോകാറുള്ളത്.
നീ എന്റെ ഹെയർ കണ്ടില്ലേ? എല്ലാം ഇവര് ചെയ്തതാ. ആഹാ. നന്നായിട്ടുണ്ട്. അല്ല, നീ എന്താ ഇങ്ങനെ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നേ? അമ്മേ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? ആ എല്ലാവരും വരട്ടടാ, നമുക്കേ അടിച്ചു പൊളിക്കണം. ആ ശരി ശരി, നിങ്ങൾ ചെന്ന് നമ്മളെ ഒരുക്കാൻ നോക്ക്. ചെല്ലേ. നിങ്ങൾ വാ. അല്ല, മോൾ ഇവിടെ ഇരിക്കുവായിരുന്നോ? അതെ അമ്മായി. മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വിവാഹമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെയാ? ഹാപ്പി ആയിട്ടിരിക്കേ. എന്താ അമ്മായി? ആരാ ഇവര്? മോക്കറിയില്ലേ? ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന പാർലറില്ലേ, അവിടുത്തെ സ്വാതി നീതുവാ ഇത്. അല്ല, ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? അമ്മായി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മാഡത്തിന്റെ ഫേസ് എല്ലാം ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തു പറ്റി മാഡത്തിന് ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത? അതും വിവാഹമായിട്ട്? ഏയ് അങ്ങനെയൊന്നുമില്ല. എന്നാ നിങ്ങൾ സമയം കളയണ്ട, മോളെ ഒരുക്കാൻ നോക്ക്. ആ, എന്നെ ഒരുക്കാനോ? എന്തിന്? അത് നല്ല ചോദ്യം. നാളെ വിവാഹമായിട്ടേ ഇന്ന് നമുക്ക് ആഘോഷമൊക്കെ വേണ്ടേ മോളെ? എന്താഘോഷം അമ്മായി? മോൾ ഈ കാലഘട്ടത്തിലൊന്നും അല്ലേ ജീവിക്കുന്നേ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വിവാഹ തലേന്ന് പെണ്ണിനെ അണിയിച്ചൊരുക്കി ഹൽദിയൊക്കെ നടത്താറില്ലേ? ഈ മഞ്ഞൾ കല്യാണമൊക്കെ പോലെ. ഋതിക മാഡത്തിന് ഇതൊക്കെ അറിയായിരിക്കല്ലോ. അംബിക മാഡം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മാഡം എന്തോ ആലോചിച്ചിരിക്കായിരുന്നു, അതാ ഫേസ് ഒക്കെ ഡള്ളായിരിക്കുന്നെ. ഋതുമോളെ, ഇതൊന്നും ശരിയാവില്ല. നാളെ നിങ്ങളുടെ വിവാഹം നടക്കുന്നതിന് മുൻപായി ദീപകിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോ ഹൽദിയൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കണ്ടേ? നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമല്ലേ നിങ്ങളുടെ വിവാഹം. അപ്പോ ആ കാര്യത്തില് നമ്മൾ എന്തെങ്കിലും കുറവ് വരുത്തുന്നത് ശരിയാണോ? അങ്ങനെ കുറവ് വന്നാ പ്രതാപനത് വിഷമാവും. അതുകൊണ്ടേ മോള് പെട്ടെന്ന് റെഡിയാവണം കേട്ടോ. വേണ്ട അമ്മായി, സോറി, എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ഋതിക മോളെ, അമ്മായി പറയുന്ന കേൾക്ക്. വെറുതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കല്ലേ. എനിക്ക് ദേഷ്യം വന്നാ ഞാനത് പ്രതാപനോട് പറയും. എന്നെ ദേഷ്യപ്പെടുത്തിയെന്നറിഞ്ഞാ പ്രതാപൻ അത് വിഷമാവും. പ്രതാപനെ ഞാൻ വിളിക്കണോ അതോ നീ പോയി ഒരുങ്ങുന്നോ? അയ്യോ മാഡം, താല്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. മാഡം എങ്ങനെ സന്തോഷമില്ലാതെ ഹൽദിക്ക് വന്ന് നിന്നാൽ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടതല്ലേ? ഒരുപാട് ആൾക്കാരും വരും. ഒന്നുകൂടൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാൻ ഒന്നുമില്ല. അംബിക വിവാഹത്തലേന്ന് ഹൽദി നടത്താന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൽദി നടക്കും. നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവൾക്ക് മേക്കപ്പും ചെയ്യും. പിന്നെ ഇവളുടെ മുഖത്തുള്ള വിഷമമായിരിക്കുമല്ലോ ഇവളുടെ മുഖത്ത് പ്രകടമായി നിൽക്കുന്നേ. അത് അവളങ്ങ് മാറ്റിക്കോളും. അകലേ നോവിനാലേ